Hi friends, ഞാൻ നിങ്ങളുടെ സ്വന്തം Perambrakari. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുറേയധികം റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഗൾഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ജോലി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന നഴ്സുമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഒരു റെസ്യൂമെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റെസ്യൂമെ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു CV എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലിക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത് മുതൽ ആ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ അടുത്ത് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു CV വെച്ചിട്ടാണ്. നമുക്ക് ഒരു 100 അപ്ലിക്കൻസ് അല്ലെങ്കിൽ 1000 അപ്ലിക്കൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ CV അവർ പിക്ക് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമുള്ള എല്ലാ കണ്ടൻറ്റും ആ CVയിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു CV ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു CV നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ അത്ര ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ അതത്ര വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടതില്ല. ഇങ്ങനെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും പെർഫെക്റ്റ് ആയിട്ടൊരു CV ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റീസെൻ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ CV ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ സെൻഡ് ചെയ്ത് തരാത്തതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എൻ്റെ CV ഒന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, റീസെൻ്റായിട്ട് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരാൾ സ്വന്തം പേഴ്സണൽ CV സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും ആ ചോദിച്ച ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു CV ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ CV, റെസ്യൂമെ, ബയോഡാറ്റ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ഇതൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാത്തിലും നമ്മൾ ഇൻഫർമേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചില ബയോഡാറ്റ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ CV എന്ന് പറയുമ്പം ശരിക്കും CV എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന ഒരു സംഭവത്തിനാണ് ഒരു CV എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പാസ് ഔട്ടായ ഒരാൾ ആദ്യമായിട്ടൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ബയോഡാറ്റിൻ്റെ അത്ര ഡീറ്റെയിൽ അല്ല എന്നാൽ പോലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. അത് മോർ ദാൻ 2 പേജിലുള്ള ഒരു സംഭവമാണ്. പക്ഷേ റെസ്യൂമെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ഒരു പെർട്ടിക്കുലർ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം അവർ ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. റെസ്യൂമെ എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി ഷോർട്ടായിരിക്കും. നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള സ്കില്ലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മാക്സിമം ഒരു 1 പേജിലോ 1.5 പേജിലോ ഒതുങ്ങുന്ന ഒരു സംഭവമാണ് ഈ റെസ്യൂമെ എന്ന് പറയുന്നത്. നമ്മളൊരു CV ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു CVയുടെ ഒരു പേജസ് മാക്സിമം 2 പേജിൽ ഒതുക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ നിങ്ങളെടുത്ത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാനിവിടെ UAE വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു CV എന്ന് പറഞ്ഞാൽ വലിയൊരു CV ആയിരുന്നു. ഒരു 4 പേജ് ഉണ്ടായിരുന്നു എൻ്റെ അന്നത്തെ CV. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ CVയിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഞാനൊരു ഫ്രഷറായിട്ട് വന്ന ഒരാളാണ്, എന്നാൽ പോലും ഉള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അത് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാനലിൻ്റെ അടുത്തത് എത്തുമ്പോൾ അവർക്കത് നമ്മളെ പറ്റി ഭയങ്കര ഇമ്പ്രഷൻ കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ CV ഭയങ്കര വലുതാക്കിയിട്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലത്തായി CV ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ പോപ്പുലറായ ഒരു കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഹെഡ് ഓഫീസിൽ ഞാൻ CV ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പം അവിടുത്തെ ഒരു സ്റ്റാഫാണ് ആദ്യമായിട്ട് എൻ്റെ CV കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്, CV വളരെ ഷോർട്ടായിട്ടുള്ളതായിരിക്കണം നല്ലത്, അല്ലാതെ ഇത്ര വലിയൊരു CVൻ്റെ ആവശ്യമില്ല എന്ന് എന്നോട് അന്ന് അവർ പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ CV ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പിന്നെയും കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായ കാര്യം, ഞാൻ ആദ്യം കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുന്നതിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ കോളും കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഒരുപാട് വലിയ CVയുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അങ്ങനെയായിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡിങ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മിനിമലായിട്ട് പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ CV ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലാണ് നിങ്ങളെ മിടുക്ക്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു CVയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നഴ്സിംഗിൻ്റെ CVയിലൊക്കെ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു രാജ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏതൊരു ജോബിനും നമ്മുടെ ആ ഒരു ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലുക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഗ്ലാമർ അല്ല, അതായത് നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്. ചിലരൊക്കെ ഒരു ഹൈസ്കൂൾ ടൈമിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിലുള്ള ഫോട്ടോസൊക്കെ ഇതിൽ എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ വേണം നമ്മൾ ഈ ഒരു CV യിൽ ഇടാനായിട്ട്. അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു ഫോട്ടോ തന്നെ ആയിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു CV ഡിസൈനിങ് ആണ്. CV ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ പുറത്ത് DTP സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തിട്ടായിരിക്കും CV നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. രണ്ട് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചില ടെംപ്ലേറ്റ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ടെംപ്ലേറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക നമ്മളൊരു ജോബിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആയിരിക്കണം, പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ആയിരിക്കണം. ആ രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു പാനലിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഒരു CV യിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതും വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആ എഴുതുന്ന ഒരു ഫോൺ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈസിലി റീഡബിൾ അല്ലെങ്കിൽ തന്നെ ആ CV വായിക്കാൻ പോലും ആർക്കും തോന്നില്ല. അപ്പോൾ ആ ഒരു പാനലിന് വളരെ എന്താ പറയുക പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോൺ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിലാണ് ഒരു CV പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചില ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻ ഉണ്ടാവും. അപ്പോൾ ആ ലെറ്റേഴ്സൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബോൾഡിലൊക്കെ എഴുതുക, പിന്നെ കുറച്ച് സൈസ് കൂട്ടി എഴുതുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആ പാനലിൽ നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ ചില ഹെഡ്ലൈനൊക്കെ വരുന്നത്. അതുപോലെ സ്പെല്ലിങ്, ഗ്രാമർ മിസ്റ്റേക്ക് ഇതൊക്കെ തറോലി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മൈനസ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം CV എവിടെയെങ്കിലും കൊടുക്കുക. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ CV ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇതേ സംഭവം തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെസ്യൂമേ എന്ന് പറയും. അത് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള കുറേ ഡാറ്റാസ് നമ്മൾ ഒഴിവാക്കും. അതിന് പകരം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ആഡ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പുതുതായിട്ടുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പുതിയൊരു CV ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പിന്നീട് നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഏതൊക്കെ കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഇയർ എക്സ്പീരിയൻസ് ആ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുക. അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഏത് ഏരിയയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഏരിയ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് എഴുതാൻ പറ്റും. പുതിയ സ്കിൽസൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പിന്നീടുള്ള റെസ്യൂമയുടെ ഒരു പാറ്റേൺ വരേണ്ടത്. അവസാനം നിങ്ങൾ ആ ഒരു റെഫറൻസ് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്താണെങ്കിലും നമ്മളിപ്പോൾ ആ ഒരു ഫ്രഷറെ സംബന്ധിച്ച് ആ ഒരു നാട്ടിലുള്ള ഒരു റെഫറൻസ് ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. പിന്നീട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ആൾ ഇവിടെ ഏതൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത് അവിടത്തുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഡോക്ടറുടെ റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട് വേണം പുതിയൊരു റെസ്യൂമേ ഉണ്ടാക്കാനായിട്ട്. പിന്നെ CV ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേജസിൻ്റെ എണ്ണം കൂടാം. പക്ഷേ റെസ്യൂമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു പേജ് അല്ലെങ്കിൽ 2 പേജിൽ ഒതുങ്ങുന്നതാവണം. ഇപ്പം ഞാനൊരു CV എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു എക്സാമ്പിളായിട്ട്. CV ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ ഒരിക്കലും CV യിൽ നിങ്ങൾക്ക് ഒരു വേർഡ് പോലും നിങ്ങൾക്ക് അറിയാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ ഈ CV വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ജെന്യൂനിറ്റി എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ CV ഉണ്ടാക്കാമെന്ന്. ആദ്യം തന്നെ നിങ്ങളുടെ പേര് എഴുതുക. പേര് കുറച്ച് വലിയ ലെറ്ററിൽ തന്നെ കിടന്നോട്ടെ, നമ്മളെ പേരല്ലേ അവർ ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് വലിയ ലെറ്ററിൽ തന്നെ നിങ്ങളുടെ പേര് എഴുതുക. അതിൻ്റെ അടിയിലായിട്ട് നിങ്ങളെ പൊസിഷൻ, നിങ്ങൾ ഇത് രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് നേഴ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതവിടെ എഴുതുക. അത് ഒരു ചെറിയൊരു ലെറ്ററിൽ മതി. അതിനുശേഷം അടിയിലായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ എഴുതുക. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റീസെൻ്റ്ലി പാസ് ഔട്ട് ആയത് മുതൽ റിവേഴ്സ് ഓർഡറിലാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. അതായത് നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ വർക്ക് ചെയ്തത്, നിങ്ങൾക്കിപ്പോൾ UAE എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ UAEയിൽ ഏത് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര്, പിന്നെ ഏത് അല്ലെങ്കിൽ യൂണിറ്റിലാണോ ഏത് വാർഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത് എന്നുള്ളത്, പിന്നെ ഏതൊരു ഇയർ മുതൽ ഏത് ഇയർ വരെയാണ്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾ കൺട്രിയും കൂടെ ആഡ് ചെയ്യുക. അതായത് നിങ്ങൾ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ UAEയിലാണോ വർക്ക് ചെയ്തതെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് അതും കൂടെ ആഡ് ചെയ്യാം. അതും ഒരു റിവേഴ്സ് ഓർഡറിൽ ചെയ്യാം.
പിന്നെ ഇത് നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ളൊരു ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു CV നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ടേബിൾ ഫോമിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിലും എഴുതാം. അതാകുമ്പം കുറച്ചും കൂടെ സ്ഥലവും സേവ് ചെയ്ത് കിട്ടും. ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് ഓരോ കോളം ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്കിത് കുറച്ചും കൂടെ സ്പേസ് കുറച്ചിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതിനടുത്തതായിട്ട് നമ്മൾ പ്രൊഫഷണൽ സ്കിൽസ് കൊടുക്കും. അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ സ്കില്ലും കൊടുക്കാം, പ്രൊഫഷണൽ സ്കില്ലും കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു CVയിൽ പ്രൊഫഷണൽ സ്കില്ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി ഈ CVയുടെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ എഴുതേണ്ടതെന്ന് നോക്കാം. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഫോട്ടോയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു CVയിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കുറച്ചൊരു വലിയ സൈസിൽ തന്നെ ഫോട്ടോ ഇരിക്കട്ടെ. ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളെ ഈ കമ്പനിയിൽ ഹയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ചെറിയൊരു പാരഗ്രാഫ് അവിടെ എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ അടിയിൽ കോൺടാക്റ്റ് എഴുതുക. കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്പോർട്ട് നമ്പർ, നമ്മുടെ വിസ സ്റ്റാറ്റസ്. വിസ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഹസ്ബൻഡ് വിസയിലാണോ അല്ല വിസിറ്റ് വിസയിലാണോ എന്നൊക്കെ ഉള്ളത് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കൂടെ അവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് പേഴ്സണൽ പ്രൊഫൈല്, അതിന് നമ്മുടെ ഏജ്, സെക്സ്, നാഷണാലിറ്റി, മറൈറ്റൽ സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് മതി. ഒരുപാട് ആൾക്കാർ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പറ്റി അറിയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് മാത്രം മതി പേഴ്സണൽ പ്രൊഫൈലിൽ. അത് കഴിഞ്ഞ അടിയിൽ നമുക്ക് റിലേറ്റഡ് കോഴ്സസ് എന്തെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും, കോഡിങ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ ACLSO, BLSO ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അത് അതിൻ്റെ അടിയിലായിട്ട് റിലേറ്റഡ് കോഴ്സസ് എക്സ്ട്രാ എന്താണെന്നുള്ളത് അവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പോകാം. സെക്കൻഡ് പേജിൽ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഹാൻഡിൽഡ്. ഞാനിവിടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ CVയിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു ഡെൻ്റൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവരിപ്പോൾ എവിടെയൊക്കെ ഏരിയയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറിന് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഡെൻ്റൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വൈറ്റനിങ് ആയിട്ടുണ്ടാവും, എക്സ്ട്രാക്ഷൻ, റൂട്ട് കനാൽ, ഫില്ലിങ്സ്, ക്രൗൺ, വിനീർ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയറിന് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ അവിടെ എഴുതാം. ഇനി എക്യുപ്മെൻറ്റ് ഹാൻഡിൽഡ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കാർഡിയാക് ICUലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ കാർഡിയാക് മോണിറ്റർ, ക്രാഷ് കാർട്ട്, പൾസ് ഓക്സിമീറ്റർ, ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, അങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾ അവിടെ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെറിയൊരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ എൻ്റെ CVയിൽ അങ്ങനെ എക്യുപ്മെൻറ്റ് ഹാൻഡിൽഡ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഏരിയ ആണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ടെക്നിക്കൽ സ്കില്ല് കൊടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലത്തും നമ്മൾ സിസ്റ്റം ഒരുപാട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യാൻ അറിയുന്നത് അതിൻ്റെയൊക്കെ ചെറിയൊരു ഫോം അടിയിൽ കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജസ് നോൺ, അതും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു അറബിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അറബി അറിയുന്ന ആൾക്കാർക്ക് ഇവിടെ ഒന്നും കൂടെ പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്ത ലാംഗ്വേജ് ഒന്നും ഇതിൽ എഴുതി പിടിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് മാത്രം ഇതിൽ എഴുതുക. അറബി അറിയുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ പ്രിഫറൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ റെഫറൻസ് കൊടുക്കും. റെഫറൻസിന് ഏതെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ പേര് എഴുതുക. അതിനുശേഷം അവരെന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അടിയിൽ എഴുതുക. ആ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം അവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ നമ്പറും കൂടെ ആഡ് ചെയ്യാം. ആ ഒരു റെഫറൻസ് കൊടുക്കുമ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ 2 ഡോക്ടർ വെക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രൂ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CV കഴിഞ്ഞു. CV പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന കവർ ലെറ്റർ. കവർ ലെറ്ററിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് കൺട്രീസ് അല്ല, നമ്മൾ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കവർ ലെറ്ററും കൂടെ വെച്ചിട്ട് നമ്മളൊരു CV കൊടുക്കുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഈ ജോബ് സൈറ്റിലൊക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കായിട്ട്
സെപ്പറേറ്റ് നമ്മളൊരു മെയിൽ ID വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു CV മാത്രം അയച്ചു കൊടുക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവർ ലെറ്ററും കൂടെ വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൾ വരാനുള്ള ചാൻസ് മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് CV എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ കവർ ലെറ്റർ എന്താണെന്നുള്ളതും റെസ്യൂമെ CV തമ്മിലുള്ള എന്താണ് ഡിഫറൻസിയേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിടുന്ന ഓരോ ഇൻഫോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന റെസ്പോൺസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാ ഡൗട്ട്സൊന്നും എനിക്കിപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാം ഒന്നും എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല. എന്നാലും എനിക്ക് അറിയുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എവിടെന്നെങ്കിലും സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും കാലം എൻ്റെ ചാനലിൽ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണണം. നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് ഇൻഫോ വീഡിയോസും അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസും അങ്ങനെ എല്ലാ കണ്ടന്റുള്ള വീഡിയോസ് നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്ക് ബൈ.